ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ കോലാലംപൂർ മലേഷ്യൻ വിശേഷങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. കോലാലംപൂരിലെ ജെൻറ്റിങ് ഹൈലൻഡ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ജെൻറ്റിങ് ഹൈലൻഡ്സിലോട്ട് പോകുന്ന വഴിയാണ്. നിങ്ങൾക്ക് ബോർഡ് കാണാൻ പറ്റും, സൈഡിൽ തന്നെ അവർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വളരെ പോപ്പുലറായിട്ടുള്ളൊരു ഹിൽ റിസോർട്ടാണ് ജെൻറ്റിങ് ഹൈലൻഡ് എന്ന് പറയുന്നത്. ഒരു എൻ്റർടൈൻമെൻറ്റ് ഹബ്ബ് എന്നൊക്കെ പറയുമല്ലോ നമ്മൾ, അതായത് സിറ്റി ഓഫ് എൻ്റർടൈൻമെൻറ്റ് എന്നാണ് ജെൻറ്റിങ് ഹൈലൻഡ്സിനെ പറയുക കോലാലംപൂർത്തെ. ഇവിടെ നമുക്ക് കാസിനോസ് ഉണ്ട്, തീം പാർക്ക് ഉണ്ട്, സ്കൈ വേൾഡ്സ് ഉണ്ട്, ഷോപ്പിംഗ് മാൾസ് ഉണ്ട്, ഹോട്ടൽസ് ഉണ്ട്. അങ്ങനെ എന്താണോ വേണ്ടത് എല്ലാം അടങ്ങുന്നൊരു ചെറിയൊരു ടൗൺഷിപ്പ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് ജെൻറ്റിങ് ഹൈലൻഡ്സ്. അപ്പോൾ ആ ജെൻറ്റിങ് ഹൈലൻഡ്സിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഭയങ്കര ബ്യൂട്ടിഫുൾ ക്ലൈമറ്റ് ആണെങ്കിലും എല്ലാം കൊണ്ടും റോഡ്. പിന്നെ ഞാൻ മുന്നത്തെ വ്ളോഗിലും നമ്മളുടെ മലേഷ്യൻ വ്ളോഗ്സ്, കോലാലംപൂർ വ്ളോഗ്സിലൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു. കോലാലംപൂരിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും അട്രാക്റ്റായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ വൃത്തി, ക്ലെൻലിനെസ് തന്നെയാണ്. റോഡൊക്കെ പിക്ചർ പെർഫെക്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഗാർബേജും ഒന്നുമില്ലാത്ത വളരെ നീറ്റ് ആൻഡ് ക്ലീൻ റോഡ്. അപ്പോൾ ജെൻറ്റിങ് ഹൈലൻഡ്സിലോട്ട് പോകുന്ന വഴിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഓൾമോസ്റ്റ് നമ്മൾ അതിൻ്റെ ഒരു എൻട്രൻസിലെത്തി. ആക്ച്വലി നമുക്കൊരു ഫുൾ ഡേ നമുക്കിവിടെ ഫുൾ സ്പെൻഡ് ചെയ്യാനുണ്ട്. കാരണം അത്രയും കണ്ടു തീർക്കാനുണ്ട്. നമ്മളൊരു മോർണിംഗ് ഈ ഒരു സെക്ഷനിലോട്ട് എൻ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഈവനിങ് പോലെയൊക്കെ നമുക്ക് വരാവുന്ന രീതിയിലാണ്. കാരണം അത്രയും ടൈം ഈ ഒരു സെക്ഷനിൽ സ്പെൻഡ് ചെയ്യാനുണ്ട്. അവിടെ പോയിട്ടാണ് നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത്. നമ്മൾ സെൽഫായിട്ട് തന്നെ കൗണ്ടേഴ്സിൽ പോവുക, ടിക്കറ്റ് എടുക്കുക. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അവിടെ അവരുടെ അസിസ്റ്റൻസ് ഉണ്ടാവും. ഫസ്റ്റ് നമ്മൾ പോയത് കേബിൾ കാർസ് ആയിരുന്നു, അതായത് സ്കൈ കേബിൾ കാർസ് ആയിരുന്നു. സ്കൈ കേബിൾ കാർസ് അല്ലെങ്കിൽ ഏരിയൽ ഗൊണ്ടോളാസ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഈ ഏരിയൽ ഗൊണ്ടോളാസ് അല്ലെങ്കിൽ ഈ ഒരു കേബിൾ കാർസിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് പോകുന്ന വഴി കാണുന്ന ആ ഒരു സീനിക് വ്യൂ. നമ്മൾ ചുറ്റും നമ്മൾ എത്രയോ എലിവേഷൻ മുകളിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു അത്രയും ടോപ്പ് ഹൈറ്റിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ സൈഡിലോട്ട് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫുൾ വ്യൂ ആൻഡ് ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു ഹാപ്പിനെസ് എന്നൊക്കെ പറയുന്നത് വാക്കുകളാൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം. അപ്പോൾ ആ ഒരു പാത്ത് വേ സ്കൈ കേബിൾ കാറിൻ്റെ അത്യാവശ്യം ലോങ് ആണ്. അപ്പോൾ ഞങ്ങളത് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ സ്കൈ കേബിൾ കാർസിന്ന് ഫസ്റ്റ് നമ്മളെ ഡ്രോപ്പ് ചെയ്യുന്നത് ജെൻറ്റിങ് ഹൈലൻഡ്സിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഒരു ടെമ്പിൾ വിസിറ്റാണ്. ഷിൻ സ്വീ കേവ്സ് ടെമ്പിൾ എന്നാണ് ഇതിൻ്റെ പേര്. ഒരു 4600 അടിയോളം സീ ലെവലിൽ നിന്ന് മേലെയാണ് ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഒരു 28 ഏക്കർ ഫോറസ്റ്റ്, ഫുൾ ഫോറസ്റ്റ് ആൻഡ് റോക്കി ലാൻഡിലാണ് ഇത് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ടെമ്പിളിലേക്ക് പോകുന്ന വഴിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ആ ഒരു പാത്ത് വേ സൈഡിലൊക്കെ അവർ നല്ല മുള വെച്ചിട്ട് നല്ല ഡിസൈൻ ചെയ്ത് അവർ ഫുൾ ആ ഒരു പിറകിലത്തെ ആ ഫോറസ്റ്റ് വ്യൂ നമുക്ക് മിസ്സ് ചെയ്യാനും പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു നല്ല രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷനാണ് അവർ ആ ടെമ്പിളിന് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ടെമ്പിൾ ഫീച്ചർ ചെയ്യുന്ന ഒരു 9 സ്റ്റോറി പഗോഡ ഉണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവേണ്ട വരും. അതായത് ഇവിടെ നമുക്ക് ബുദ്ധിസം, ടാവോയിസം ഇങ്ങനെ പലതിൻ്റെയും ശേഷിപ്പുകളുണ്ട്. അതേപോലെ തന്നെ ഹൗസിങ് സ്റ്റാച്യൂസ്, അങ്ങനെ എല്ലാം കൂടിയും ചേർന്നിട്ടുള്ള ഒരു മെജസ്റ്റിക്, ഒരു മൾട്ടി ലെവൽ സ്ട്രക്ചറാണെന്ത് ഈ ഒരു ടെമ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു 15 മീറ്റർ അടി നീളമുള്ള ബ്രോൺസ് ബുദ്ധയുടെ ഒരു സ്റ്റാച്യു ഉണ്ട്. അത് നമുക്ക് എത്ര ദൂരത്ത് നിന്ന് നോക്കിയാലും ആ ഒരു ബ്രോൺസ് ബുദ്ധയുടെ സ്റ്റാച്യു നമുക്ക്
കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ ബുദ്ധ സ്റ്റാച്യു എന്ന് പറയുന്നത് ആ ടെമ്പിളിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഹൈലൈറ്റ് തന്നെയായിരുന്നു. പെട്ടെന്ന് നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ബ്രോൺസ് ഒരു ശിലയായിരുന്നു അത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു അത് കാണാനും. പിന്നെ അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അവരത് പ്ലേസ് ചെയ്തിട്ടുള്ള ലൊക്കേഷൻ, ആ ബുദ്ധ സ്റ്റാച്യുവിൻ്റെ ബാക്കിൽ ഫുൾ ഫോറസ്റ്റാണ്. അപ്പോൾ നമുക്ക് പിക്ചറിലൊക്കെ വരുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയായിരുന്നു. ഇത് ടെമ്പിളിൻ്റെ ഉൾഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടേതായിട്ടുള്ള ഡയറ്റീസ് ഉണ്ട്, അവരവിടെ വന്നിട്ട് വേർഷിപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഇവിടെ പോലെ തന്നെ ചന്ദനത്തിരിക്ക് അവരും അവിടെ യൂസ് ചെയ്യുന്നുണ്ട് വേർഷിപ്പ് ചെയ്യാനൊക്കെ. അപ്പോൾ അതൊക്കെ ഒരു കോമണാലിറ്റി ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ അവർ യൂസ് ചെയ്യുന്ന, ഞാൻ മുന്നത്തെ വ്ളോഗിലും കാണിച്ചിട്ടുണ്ട്, ആ ചെറിയ ലാമ്പ്. നമുക്ക് ഇവിടെ ഞാൻ ഇന്ത്യയിൽ അധികം അങ്ങനെ കണ്ടിട്ടില്ല, ആ ഒരു പിങ്ക് കളർ ലാമ്പിൽ ചെറിയ ക്യാൻഡിൽസ് പോലെ. അപ്പോൾ അതും അവിടെ ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു ഓവറോൾ നല്ലൊരു കാം പീസ്ഫുൾ ആയിട്ടുള്ളൊരു ലൊക്കേഷൻ. നല്ല ഫോഗ് മിസ്റ്റൊക്കെ കവർ ചെയ്തിട്ടുള്ളൊരു സെക്ഷൻ, ഒരു ഏരിയ. അതിലാണ് അവർ ഈ ഒരു ഹിൽ ഏരിയയിൽ ഈ ഒരു ടെമ്പിൾ കൺസ്ട്രക്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വിസിറ്റായിരുന്നു അത്. അപ്പോൾ ടെമ്പിൾ വിസിറ്റൊക്കെ കഴിഞ്ഞു. തിരിച്ച് ഞങ്ങൾ കേബിൾ കാർസിലോട്ട് എൻ്ററായി. പിന്നെയും നമ്മൾ കേബിൾ കാർസിലേക്ക് തന്നെ കയറണം. ഇനി ഈ കേബിൾ കാർസിലൂടെ പോയിട്ട് വേണം നമ്മൾ അടുത്ത മെയിൻ ഡെസ്റ്റിനേഷൻ. ഞാൻ പറഞ്ഞല്ലോ, കാസിനോസ്, തീം പാർക്ക്, അങ്ങനെ ഷോപ്പിംഗ് മോൾ, അങ്ങനെയുള്ളൊരു ഹ്യൂജ് സെക്ഷൻ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് എത്തണമെങ്കിൽ പിന്നെയും നമ്മൾ എന്ത് ചെയ്യണം, കേബിൾ കാർസിലോട്ട് കയറണം. അപ്പോൾ അതിന് കൂടിയുള്ള ചേർത്തുള്ള ടിക്കറ്റാണ് നമ്മൾ ഫസ്റ്റ് കൗണ്ടറിൽ തന്നെ വാങ്ങിയത്. നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോയിൽ എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന്. കാരണം നമ്മൾ എലിവേഷൻ പോയിക്കൊണ്ടിരിക്കുന്നിടത്തോളം മഞ്ഞ്, ഫുൾ മഞ്ഞായിട്ട് കവറായിരുന്നു. നമുക്ക് ആ കേബിൾ കാർസിൻ്റെ ഒരു ആ ഒരു വരുന്ന ആ ഒരു റോപ്പ് പോലും വളരെ ദൂരത്ത് നിന്ന് വിസിബിൾ അല്ല. അപ്പോൾ അത്രയും സെക്ഷൻ, ഫുൾ ഏരിയ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് മഞ്ഞ് മൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള ഒരു ട്രാവൽ എന്ന് പറയുന്നത് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ ഏതാണ്ട് എത്താറായി. ഇപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോൻ്റെ ഒരു ചേഞ്ച് മനസ്സിലാവും. നമുക്ക് ഇപ്പോൾ അടുത്തുള്ള കുറച്ച് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ വിസിബിളായി തുടങ്ങി. അതായത് മഞ്ഞൊക്കെ മെല്ലെ നീങ്ങി നമ്മൾ അടുത്ത കേബിൾ കാർ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്താറായി. അപ്പോൾ കണ്ട, മഞ്ഞൊക്കെ നീങ്ങി നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ബിൽഡിങ്സൊക്കെ ഒരു കളർ പെയിൻറ്റ് ചെയ്ത ബിൽഡിങ്സും തീം പാർക്ക് ആക്ടിവിറ്റീസ് വരുന്ന ഏരിയാസും അതൊക്കെ ബിൽഡിങ്സിൽ നല്ല വിസിബിൾ ആയിരുന്നു. കണ്ടല്ലോ. അപ്പോൾ ഷോപ്പിംഗ് മാളിലേക്ക് നമ്മൾ എൻ്ററായി. ഷോപ്പിംഗ് മാളിൽ നമ്മളിങ്ങനെ ജസ്റ്റ് ആസ് യൂഷ്വൽ, മാളിലൊന്നും എനിക്ക് വലിയൊരു ഡിഫറൻസ് ഒന്നും അവിടുത്തെ മാളുകൾക്കൊന്നും തോന്നിയില്ല. ആസ് യൂഷ്വൽ ഒരു മാളിൻ്റെ ആംബിയൻസ് എന്താണ് അതേപോലെ തന്നെയാണ്, വേറെ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നുമില്ല. ഒരുപാട് വെറൈറ്റി ഓഫ് കടകളുണ്ട്. അതുപോലെ ഏരിയ ഒന്നും കൂടിയും കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വാസ്റ്റ് ആണെന്ന് മാത്രം, അല്ലാണ്ട് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും എനിക്ക് തോന്നിയില്ല. കയറിയിരുന്ന സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ
മഴ പൊടിഞ്ഞു തുടങ്ങിയിരുന്നു, പക്ഷേ വലിയൊരു രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് എല്ലാ സ്ഥലത്തു നിന്നും ഞങ്ങളൊന്നും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഏതൊരു മോളിൽ കയറി കഴിഞ്ഞാലും ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്നും ഇങ്ങനെ കറങ്ങുമല്ലോ. അവരതിൻ്റെ സെൻറ്ററിൽ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ജസ്റ്റ്, അതായത് ഒരു സ്നേക്ക് പിന്നെ കുറേ മുട്ടകൾക്ക് കാവലിരിക്കുന്ന പോലെ അത് ലൈറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ ആ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ അത് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. അതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോസ് എടുക്കാനും ഒരുപാട് ആൾക്കാർ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു. കാരണം അത് ഭയങ്കര ഒതൻറ്റിക് ആയിരുന്നു, നമ്മൾ റിയൽ ഫീലിംഗ് എന്നൊക്കെ പറയുമല്ലോ, അതേപോലെ അവർ നല്ല രീതിയിൽ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ തൊട്ട് ബാക്കിലായിരുന്നു നമ്മളുടെ കസീനോ, ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ കസീനോ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ മെയിനായിട്ട് ഈ ഗാംബ്ലിംഗ് ഗെയിംസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നടത്തുന്ന സ്ഥലമാണ് കസീനോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ആ കസീനോൻ്റെ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് എൻ്ററായി. ഇത് ഒരുപാട് ആൾക്കാർ ഭയങ്കര ക്രേസോടുകൂടി ഈ കസീനോയിൽ ഗാംബ്ലിംഗ് ഗെയിംസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് പൈസ ഒരുപാട് നഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ശ്രദ്ധിച്ച് കളിച്ചിട്ടില്ലെങ്കിൽ. പക്ഷേ ഇവിടെ നമ്മളുടെ ഒരു ബുദ്ധിപൂർവമായിട്ടുള്ളൊരു നീക്കം അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ഒരുപാട് മണി ലോസ് വരും. പിന്നെ നമുക്കത് ഇൻട്രസ്റ്റ് പെട്ട് കഴിഞ്ഞാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൽ നിന്ന് പുറത്തേക്ക് കിടക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേര് അവിടെ ഗാംബ്ലിംഗ് ഗെയിംസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും അത്രയും ധൈര്യമില്ല, കാരണം അവിടെ ഒരു എമൗണ്ട് കൊടുത്തിട്ട് പ്ലേ ചെയ്യാനൊന്നും. അപ്പോൾ ഞങ്ങൾ ആ പരിപാടിക്കൊന്നും നിന്നില്ല, കാരണം നമ്മളുടെ ബഡ്ജറ്റൊക്കെ പിന്നെ ഒരുപാട് ഇൻക്രീസ് ആവും അവിടെ വല്ല ലോസും സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എക്സിറ്റ് അടിച്ചു, നേരെ തീം പാർക്ക് സെക്ഷനിലോട്ട് പോയി. തീം പാർക്ക് സെക്ഷനിലും നമുക്ക് ടിക്കറ്റ്സ് എടുക്കണം. ടിക്കറ്റ്സ് സെപ്പറേറ്റ് ആണ് ഓരോ റൈഡിനും. അത് ചെറിയ കുട്ടികൾക്ക് അവരുടെ ഹൈറ്റിനനുസരിച്ചിട്ട്, അഡൾട്ട്സിന്, അങ്ങനെ ഓരോ സെക്ഷനായിട്ട് അവർ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ടിക്കറ്റ്സ് എടുക്കേണ്ടത്. അങ്ങനെ നമുക്ക് പറ്റിയ ടിക്കറ്റ്സ് ഒക്കെ എടുത്തു. നമുക്ക് അത്യാവശ്യം ഏതൊക്കെ റൈഡിൽ കയറണം ഞങ്ങൾക്കൊരു ചെറിയൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ ടിക്കറ്റ്സ് ഒക്കെ എടുത്ത് ഞങ്ങൾ റൈഡിലൊക്കെ കയറി. അങ്ങനെ അതോടുകൂടി ജെൻറ്റിങ് ഹൈലൻഡ്സിന് ഞങ്ങൾ ആ ഒരു ദിവസത്തിന് വലിയൊരു വിട പറഞ്ഞു. ആക്ച്വലി നിങ്ങളെടുത്ത് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ക്രിസ്പ് ആൻഡ് ഷോർട്ടായിട്ട് നിങ്ങൾക്ക് ബോറടിക്കാത്ത രീതിയിൽ ഞാനൊന്ന് അവതരിപ്പിച്ചു എന്ന് മാത്രം. പക്ഷേ നമുക്കിത് സ്പെൻഡ് ചെയ്യാനാണെങ്കിൽ ഒരു മോർണിംഗ് മുതൽ ഒരു ഈവനിങ് വരെ നമുക്ക് ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാനുണ്ട്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ അവിടുന്ന് കേബിൾ കാറിൽ തന്നെ അറൈവൽ പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എപ്പോഴത്തെയും പോലെ സപ്പോർട്ട് ചെയ്യാം. ടാറ്റാ.